ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗോവർദ്ധന് ജാമ്യമില്ല എന്നുള്ള വാർത്ത പുറത്തുവരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുകയാണ് ഗോവർദ്ധന് ജാമ്യം ഇല്ല എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോവർദ്ധനും തിരിച്ചടി നേരിടുന്നു അല്ലേ ബാലു? അക്ഷയ, ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസിൽ അന്വേഷണം ഈ ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. അന്വേഷണം നടക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധന്റെ വേണ്ടി പ്രധാനമായും സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന വാദം ഇതാണ്. അതായത് ഗോവർദ്ധൻ അയ്യപ്പ ഭക്തനാണ്. നിരവധി കാലമായി ഈ ശബരിമല ക്ഷേത്രത്തിന് സംഭാവനകളും മറ്റും നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്വർണം കവർന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഗോവർദ്ധന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഈ സംഭാവന നൽകുന്നതും ഈ കുറ്റത്തിൽ പറയുന്ന, അതായത് ആരോപണത്തിൽ പറയുന്ന കാര്യവും വ്യത്യസ്തമാണ് എന്നാണ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഗോവർദ്ധന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗോവർദ്ധനും തിരിച്ചടി നേരിടുകയാണ്. ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ താൻ അയ്യപ്പ ഭക്തനാണ്, ജാമ്യം നൽകണം, അയ്യപ്പന്റെ മുതല് മോഷ്ടിച്ചിട്ടില്ല എന്നുൾപ്പെടെയായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ബി ബാലഗോപാൽ നൽകുന്നത്. ബാലു, ഈ തട്ടിയെടുത്തിട്ടുള്ള സ്വർണം അത് വാങ്ങി എന്നുള്ളതായിരുന്നു ഗോവർദ്ധന് എതിരായിട്ട് ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. ഈ കേസന്വേഷണത്തിൽ സാക്ഷിയാക്കിയിട്ടുള്ള നീക്കങ്ങളും ഗോവർദ്ധന്റെ കാര്യത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ജാമ്യം നൽകാതിരിക്കുമ്പോൾ? ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഗോവർദ്ധൻ പറഞ്ഞിരുന്ന കാര്യം ഈ തനിക്കെതിരായ ആരോപണം ചുമച്ചതാണ്. താൻ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഗോവർദ്ധന് വേണ്ടി ഹാജരായിരുന്നത് സീനിയർ അഭിഭാഷകനായ മുകുൾ റോത്തഗിയാണ്. മുകുൾ റോത്തഗി കോടതിയിൽ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 20 വർഷത്തോളമായി അയ്യപ്പ ഭക്തനാണ്. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി നിരന്തരം ഈ സംഭാവനകളും മറ്റും നൽകുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി വെറും 200 ഗ്രാം സ്വർണം അവിടെ നിന്ന് കവർന്നു, അല്ലെങ്കിൽ അത് കവരാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ് എന്നാണ് ഈ മുകുൾ റോത്തഗി ഇന്ന് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ വേണ്ടി സുപ്രീം കോടതി എന്തായാലും ഗോവർദ്ധനും തിരിച്ചടി നേരിടുന്നു സുപ്രീം കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി ഗോവർദ്ധന് ജാമ്യം അനുവദിച്ചത്.